വിശപ്പകറ്റും. എൻ്റെ ഉള്ളിൽ വരാൻ മാത്രം നീ ചെറുതായതും, എൻ്റെ ഉള്ളിൽ വരാൻ മാത്രം നീ ചെറുതായതും, എൻ്റെ ആത്മാവിൻ ഭാഗ്യവും നിന്റെ വാക്കും പെറുമൊരു നോട്ടവും എൻ്റെ ആത്മാവിൻ വിശപ്പകറ്റും. ആർദ്രമായെന്നെ തൊട്ടു തലോടി നിന്റെ വാക്കും വെറുമൊരു നോട്ടവും എൻ്റെ ആത്മാവിൻ വിശപ്പകറ്റും. എൻ്റെ ആത്മാവിൻ ഭാഗ്യവും നിന്റെ വാക്കും പെറുമൊരു നോട്ടവും എൻ്റെ ആത്മാവിൻ വിശപ്പകറ്റും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഉള്ളിൽ വരാൻ മാത്രം ചെറുതായ ദിവ്യകാരുണ്യം, എന്നോട് ഒപ്പമായിരിക്കാൻ ഈ തിരുവോസ്തിയോളം ചെറുതായ ദിവ്യകാരുണ്യം, എൻ്റെ കഷ്ടനഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ, എന്നോട് അനുരൂപപ്പെടാൻ, എൻ്റെ കുറവുകളിലേക്കും എൻ്റെ സങ്കടങ്ങളിലേക്കും എന്നും ചേർന്നിരിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ചു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യം. ഈ ആരാധനയുടെ സമയം അത്രയും മറ്റ് ചിന്തകളെല്ലാം വെടിഞ്ഞ് അവിടത്തോട് ചേർന്നായിരിക്കാം. രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ സങ്കടങ്ങൾ പേറുന്നവരുണ്ട്. ഇനിയൊരിക്കലും എനിക്കൊരു സൗഖ്യമുണ്ടാകില്ല എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. കടബാധ്യതകൾ പേറി മരണത്തിൻ്റെ വക്കിലായിരിക്കുന്നവർ, മരണത്തിനെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവരുണ്ട്. സ്വന്തക്കാരും ഉറ്റവരും കൂട്ടുകാരുമൊക്കെ തള്ളിപ്പറഞ്ഞ
വിഷമതകൾ പേറുന്നവരുണ്ട്. ഈ ആരാധനയുടെ സമയം അവരോട് ചേർന്ന് ഞാനും ഈശോയെ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സുഖ ദുഃഖങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഇന്നലെ തന്ന നന്മകളെ നന്ദിയോട് ഓടി ഓർക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ഭാരങ്ങളും നന്മകളുമൊക്കെ ചേർത്ത് പിടിച്ച് നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ പോകുന്ന ഈശോയെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് ആരാണെന്നെ സ്പർശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിറയലോടുകൂടി അവൻ്റെ മുമ്പിലായിരിക്കുന്ന ആ സ്ത്രീ വിശ്വാസത്തിൻ്റെ ആൾരൂപമാണ്. ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കാനായി സുഖപ്പെടുത്താനായി പോകുമ്പോഴും അവൾ മരിച്ചുപോയി, ഇനി എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറയുന്നവരോട് നീ വിശ്വസിച്ചാൽ മതി, നീ അത്ഭുതങ്ങൾ കാണുമെന്ന് പറയുന്ന ഈശോ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അവൻ്റെ ഒരു നോട്ടം മതി, അവൻ്റെ ഒരു വാക്ക് മതി എന്ന് നമുക്കും പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ നിരവധിയായിട്ടുള്ള അവസ്ഥകളിലേക്ക് നീയൊന്ന് നോക്ക്, ഞാനും സൗഖ്യപ്പെടട്ടെ. ആരോടും പങ്കുവയ്ക്കാനാകാത്ത ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങൾ എനിക്കുണ്ട്. നീ അതെല്ലാം കാണുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീയൊന്ന് നോക്കിയാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. നിൻ്റെ വാക്ക് മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് പറയാം, ഈ ആരാധനയുടെ സമയങ്ങളിൽ ഈശോയിലേക്ക് മാത്രം നോക്കി എന്നെ ഒന്ന് കരുതണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയട്ടെ. അവൻ കരുതിയാൽ മാത്രം മതി, എൻ്റെ സങ്കടങ്ങളെല്ലാം പോയി പോകും. ഞാൻ പിന്നീട് ഒരിക്കലും നിരാശപ്പെടുകയില്ല. നമ്മളെല്ലാ ദിവസവും 23-ാം സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. അവൻ പച്ചയായ പുൽമേടുകൾ എനിക്കായി ഒരുക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ സങ്കീർത്തകനോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന സങ്കടങ്ങളാണ് മുഴുവൻ. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽമേടുകൾ അവൻ എനിക്കായി ഒരുക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. ഉറച്ചു വിശ്വസിക്കാം, അവൻ എൻ്റെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യമായി അവൻ എൻ്റെ കൂടെയുണ്ട്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തെ ആകമാനം സ്പർശിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ ആകമാനം അവൻ ഏറ്റെടുക്കുന്നുണ്ട് എന്നുറച്ചു വിശ്വസിക്കാം. നീ രോഗിയാണോ? നീ വാർദ്ധക്യ സഹജമായ സങ്കടങ്ങൾ പേറുന്നവനാണോ? കടബാധ്യതകൾ മൂലം വിഷമിക്കുന്നവനാണോ? കൂട്ടുകാരുടെ ഒരു വാക്കുകൊണ്ട് മുറിവേറ്റവനാണോ? എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നിന്നെ സൂക്ഷിക്കുന്നുണ്ട്, നിന്നെ നോക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. അവൻ്റെ ഒരു വാക്കുമതി, ഒരു നോട്ടം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും.
കേഴുവതെന്തിന് മകനേ മകളേ, കാത്തിരിക്കാം ഞാൻ നിനക്കു വേണ്ടി. കാവലായി നിൻ വഴിത്താരയിലെന്നും കണ്ണടയ്ക്കാതെ ഞാൻ കൂട്ടിനില്ലേ. തകരുവതെന്തിന് മകനേ മകളേ, താതനായി ഞാൻ നിന്നെ പോറ്റുകില്ലേ. താങ്ങായി തണലായി നിന്നിലൊന്നാകാനായി താങ്ങു വന്നവൻ നിൻ ദൈവമല്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. തുറക്കാത്ത വാതിൽ നിൻ മുന്നിലുണ്ടോ? ഞാനാണു വാതിൽ, നീ ഓർത്തിടുക. തുറക്കാത്ത വാതിൽ നിൻ മുന്നിലുണ്ടോ? ഞാനാണു വാതിൽ, നീ ഓർത്തിടുക. അടഞ്ഞ വഴികൾ നിന്നെ തളർത്തിയോ മകനേ മകളേ, ഞാനാണു വഴിയെന്നു മറന്നിടല്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. തോൽവിയാണെന്നു നീ സ്വയം പഴിക്കുന്നുവോ? വിജയം നൽകുന്നവനായി ഞാൻ കൂടെയില്ലേ. തോൽവിയാണെന്നു നീ സ്വയം പഴിക്കുന്നുവോ? വിജയം നൽകുന്നവനായി ഞാൻ കൂടെയില്ലേ.
സാരഥിയെന്നു നീ കരഞ്ഞു തളർന്നുവോ മകനേ മകളേ, പരിഹാരമായെന്നെ നൽകിയതല്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. കരയരുതേ എൻ കുഞ്ഞേ, നീ എൻ ചുമലിലല്ലേ, താതൻ കരുതുകില്ലേ. ഈരടികൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാം. അവൻ്റെ ചുമലിലാണ് ഞാൻ, പിന്നെ എന്തിന് ഞാൻ കരയണം? അവനെപ്പോലെ കരുതാൻ മറ്റാരാണ് എനിക്കുള്ളത്? ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. എന്നെ കരുതുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. കരയേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും കരഞ്ഞ് തളർന്നിരിക്കേണ്ടവനല്ല. എനിക്കു വേണ്ടി കരുതി കാത്തിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എനിക്കു വേണ്ടി കാവലായിട്ടുള്ള ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ വഴികളിലൂടെയെല്ലാം അവൻ സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ എന്നെ കരുതിക്കൊണ്ട് അവൻ നടപ്പുണ്ട്. ഞാൻ തളർന്നു പോകേണ്ടവനല്ല. തുറക്കാത്ത വാതിലുകൾ എൻ്റെ മുന്നിലുണ്ടോ? വാതിലാണ് അവിടുന്ന്. അടഞ്ഞ വഴികൾ എന്നെ തളർത്തുന്നുണ്ടോ? അവനാണ് വഴി. കണ്ണടയ്ക്കാതെ കണ്ണിമ ചിമ്മാതെ അവൻ എൻ്റെ കൂടെയുണ്ട്. നീ വലിയൊരു തോൽവിയാണെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ പേരുണ്ട്. സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരുമെല്ലാം ചിലപ്പോഴെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നീ വലിയൊരു തോൽവിയാണ്. പക്ഷേ എനിക്ക് വിജയം തരുന്നത് എൻ്റെ ദൈവമാണ്. എന്നെ വിജയശ്രീലാളിതനാക്കുന്നത് എൻ്റെ ദൈവമാണ്. അവൻ്റെ വാക്ക് കേട്ട് ഞാൻ മുന്നോട്ട് പോകണം. എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകണം. പഴി പറയുന്നവർ എൻ്റെ ചുറ്റുപാടുണ്ടാകും. എനിക്ക് നഷ്ടങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ടാകും. ഞാൻ ഒരിക്കലും വളർന്ന് പന്തലിക്കരുത് എന്നാഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ടാകും. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ എൻ്റെ സ്വന്തക്കാരുണ്ടാകും. ചിരിച്ചുകൂടെ നിൽക്കുന്നവർ, അവരൊന്നും എൻ്റെ വലിപ്പം ആഗ്രഹിക്കുന്നവരല്ല. എത്രയോ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നടന്നിട്ട് എന്നെ ചതിക്കുന്നവരും എന്നെ സങ്കടത്തിലേക്ക് തള്ളിവിടുന്നവരും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനും എൻ്റെ വളർച്ചയിൽ എന്നോടൊപ്പം സന്തോഷിക്കാതെ എൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച എത്രയോ കൂട്ടുകാരെൻ്റെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ എൻ്റെ തോളിലാണ്. നിന്നെ കരുതുന്നവനാണ് ഞാൻ. നിന്നോടെനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ ഒരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ തളർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന, അത്രമേൽ കരുതുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ തകർച്ച അവൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തകർന്നു പോകുമ്പോൾ അവൻ എത്രമാത്രം അവൻ്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിയുമ്പോൾ അവൻ്റെ
നെഞ്ചകം പിടയുന്നുണ്ട്, അവൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നതേയില്ല. ഈശോയിലേക്ക് നോക്കാം. എന്നെ കരുതുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം നമുക്ക് ഓർക്കാം. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. വീണ്ടും ശ്രദ്ധിക്കാം. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മയെപ്പോലെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. എത്ര പാപം ചെയ്ത് നീ കടന്നു വന്നാലും, എത്ര തളർന്ന് നീ വന്നാലും, ഒരമ്മയുടെ മടിത്തട്ട് പോലെ എൻ്റെ മടിത്തട്ട് നിനക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. നിനക്ക് അവിടെ വിശ്രമിക്കാം. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ വളർച്ച മാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ തകർച്ച അവൻ ആഗ്രഹിക്കുന്നതേയില്ല. പക്ഷേ കാത്തിരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട്, ഉണർന്നിരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട്. അവൻ്റെ സമയത്തിനു വേണ്ടി എനിക്ക് കാത്തിരിക്കാനാകുന്നില്ല. ഞാൻ വിചാരിക്കുന്ന കാര്യം അപ്പോൾ തന്നെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നു. പക്ഷേ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി മെനയുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് വിശ്വസിക്കുക. ആരോഗ്യം നഷ്ടപ്പെട്ടവരാണോ? രോഗക്കിടക്കയിലാണോ നീ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. നല്ല ശമറായൻ്റെ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ട്. മുറിവേറ്റ് വഴിയരികിൽ കിടക്കുന്നവനെ അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ വെച്ചു കെട്ടി അവനെ സത്രത്തിൽ കൊണ്ടുചെന്നാക്കി അവനെ പരിചരിക്കുന്ന ആ നല്ല ശമറായൻ്റെ ചിത്രം. നമ്മുടെ മുറിവുകൾ വച്ചു കെട്ടുന്നവനാണ് അവിടുന്ന്. നമുക്ക് പ്രത്യാശയുള്ളവരാകാം. നല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവനായിരിക്കാം. കടബാധ്യതകൾ മൂലം മരണത്തെ മുഖാമുഖം കാണുന്നവരായിരിക്കാം. അതുമല്ലെങ്കിൽ സ്വന്തക്കാരും ബന്ധുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞവരായിരിക്കാം. ഒരിടം പോലും ഇല്ലാത്തവരായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവം എന്നെ കാത്തിരിപ്പുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഒരു നാടും ഉപേക്ഷിക്കാത്ത ദൈവം. ഇനി കരയരുത്. കാരണം നാം ഓരോരുത്തരും അവൻ്റെ തോളിലാണ്. അവൻ നമ്മെ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ തകർന്നു പോകേണ്ടവനല്ല, ഞാൻ തളർന്നു പോകേണ്ടവനല്ല. നമ്മുടെ മനസ്സിനോട് നമുക്ക് ഉറപ്പിച്ചു പറയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. അവൻ്റെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നുണ്ട്. അവൻ്റെ സംരക്ഷണയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതകളെല്ലാം നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളും കഴിവുകേടുകളും എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവം. അവൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അങ്ങനെയുള്ള ദൈവത്തിന് എന്നെ തള്ളിക്കളയാനാകുമോ? ഒരിക്കലുമില്ല. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഏതവസ്ഥയിലായിരിക്കുന്നവനാണോ ആയിരിക്കുന്നവളാണോ, ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. നിൻ്റെ കരമൊന്നു നീട്ടി എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ഒരുപാട് അസ്വസ്ഥപ്പെടുന്നവനാണ്, ഒരു നിവൃത്തിയുമില്ലാത്തവനാണ്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. എന്നെക്കൊണ്ട് പലതും സാധിക്കുന്നില്ല, അത്രയും നിസ്സഹായനാണ്. നിൻ്റെ കരമൊന്ന് നീട്ടി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. പിന്നെ ഞാൻ സമൃദ്ധിയിലായിരിക്കും, നിൻ്റെ കരുതൽ അനുഭവിക്കുന്നവനായിരിക്കും. കാരണം നിൻ്റെ വലത്തുകരം നീട്ടി എന്നെ അനുഗ്രഹിച്ചാൽ പിന്നെ എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എനിക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതൽ ധൈര്യത്തോടുകൂടി ഓരോന്നിനെയും നേരിടാൻ എനിക്ക് കഴിയും. നിൻ്റെ വലത്തുകരം നീട്ടി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരമൊന്നു നീട്ടണേ കരുണാമയാ, നിൻ കരമൊന്നു പിൻവലിച്ചാൽ ബലമില്ല മനുജൻ ഞാൻ. തളരുമെൻ ഹൃദയത്തെ തൊട്ടുണർത്തിയിടാനും മുറിവുണക്കിടാനും മനസ്സായിടേണമേ. പരമകാരുണ്യമേ, ദിവ്യസ്നേഹാഗ്നിയേ, എന്നേരവും ആരാധനാസ്തുതി. പരമകാരുണ്യമേ, ദിവ്യസ്നേഹാഗ്നിയേ, എന്നേരവും ആരാധനാസ്തുതി. 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 കീഴുവതെന്തിന് മകനേ മകളെ, കാത്തിരിക്കാം ഞാൻ നിനക്കു വേണ്ടി. കാവലായി നിൻ വഴിത്താരയിലെന്നും കണ്ണു